السلام عليكم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بإذن الله. وبعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ശാന്തിയും എപ്പോഴും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ച വചനം വിശുദ്ധ വചനം ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ വചനമാണ്. അതിനു മുമ്പ് ആമുഖമായി 1-2 കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കതബല്ലാഹു ലഹു ഖിയാമൽ ലൈൽ. ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. 803-ാമത്തെ ഹദീസ്. ഇമാം തിർമിദി മാത്രമല്ല, സിഹാബുസ് സിത്ത എന്ന് പറയുന്ന പ്രാമാണികമായ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ 4-ലും പ്രതിപാദിച്ച ഒരു വിഷയമാണ്. അബൂദാവൂദിലുണ്ട്, നസായിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്. കൂടാതെ ഇമാം അഹ്മദിന്റെ മുസ്നദിലും പരാമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള സഹീഹായ ഒരു ഹദീസാണ്. അതിന്റെ ആശയം ഇങ്ങനെ: ഇമാമിനോടൊപ്പം ഒരാൾ നമസ്കരിച്ചാൽ, രാത്രിയിലെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ബാബു സൗമിൽ പ്രതിപാദിക്കുന്ന ഒന്നാണ്. ബാബു സൗം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ ഭാഗം, പാഠം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ പ്രതിപാദിച്ചത് ഒരാൾ ഇമാമിനോടൊപ്പം രാത്രിയിലെ നമസ്കാരം ഇമാം പിരിയുന്നത് വരെ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ പേരിൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന് തത്തുല്യമായ പ്രതിഫലം രേഖപ്പെടുത്തിയിരിക്കും എന്നാണ്. ഇമാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ചെറിയ ഡ്യൂട്ടിയല്ല അദ്ദേഹത്തിനുള്ളത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ. നമ്മൾ പൈസ കൊടുക്കുന്ന ആളാണ്, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊസിഷൻ, ആ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇമാമിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യാഖ്യാനിക്കാനുണ്ട്. ഒന്ന്, ഇപ്പൊ തറാവീഹൊക്കെ ആവുമ്പോൾ നമ്മൾ കുറച്ച് ക്ഷീണം കൊണ്ട് ഫാത്തിഹയൊക്കെ കഴിയട്ടെ, സൂറത്ത് 1-2 ആയത്തൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. അത് പാടില്ല. സമ്പൂർണമായി ഖിയാമുൽ ലൈൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഇമാമിനെ അതേപടി സ്റ്റെഡ്ഫാസ്റ്റ് ഫോളോ ചെയ്തേ മതിയാവും. ഇനി ഫർദ് നമസ്കാരമാണെങ്കിൽ അങ്ങനെയാണ്. സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അതുപോലെ ഇമാമ റുക്കൂയിലേക്ക് പോയി നമ്മൾ ഫാത്തിഹ പൂർത്തിയാക്കിയില്ല, അതുകൊണ്ട് ഫാത്തിഹ കഴിയുന്നത്ര സ്പീഡിൽ ശ്വാസം പിടിച്ചിങ്ങനെ ഓതിയിട്ട് വേഗം റുക്കൂയിലേക്ക് പോകുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവുന്ന വാക്കുകൾ എത്ര കിട്ടി, എത്ര ആയത്ത് ഫാത്തിഹ കിട്ടി, അത് മതി. ഇമാമ റുക്കൂയിലേക്ക് പോയാൽ ഉടനെ പോയിക്കൊള്ളണം. റുക്കൂയിൽ തുടർന്നാലും അയാൾക്ക് റക്അത്ത് കിട്ടി എന്ന ഒരു ഹദീസുണ്ട്. അതുകൊണ്ടാണ് ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ, ഇമാമിനെ സമ്പൂർണമായി ഫോളോ ചെയ്യുക എന്നാണ്. ഇമാം റുക്കൂ ചെയ്ത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ റുക്കൂ, അതുപോലെ എഴുത്തുകാരിലേക്ക് വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് വരിക,
സുജൂദിലേക്ക് പോകുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോവുക, അങ്ങനെയുള്ള ഒരു നമ്മുടേതായ ഒരു പ്രശ്നം, നമ്മുടേതായ ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുടെ ആവശ്യമില്ല. ഇമാമിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അതാണ് സമ്പൂർണമായ നമസ്കാരത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നു. രണ്ടാമത്തെ വിഷയം, നമ്മുടെ എല്ലാം വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് GCC രാഷ്ട്രങ്ങളിൽ നിന്നും ഏഷ്യയിലെ മിക്കവാറും ഭാഗങ്ങളിൽ നിന്നും നമ്മളിന്ന് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങി, അതെത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, നാട്ടുകാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ തൊഴിലില്ലാത്തതിന്റെ പേരിലാണ് അവർ കടലിനക്കരയ്ക്ക് യാത്ര ചെയ്തത്. പ്രശ്നം നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ കെടുതി ആയുധങ്ങളുടെയും സംഘടനത്തിന്റെയും പോർവിളികളുടെയും ഭാഷയല്ല ലോകത്തിന്റെ ആവശ്യം. ലോകത്തിന്റെ ആവശ്യം ഡയലോഗുകളാണ്. ആയുധത്തിനേക്കാൾ ഉപരി മൂർച്ചയേറിയതായിരിക്കണം നമ്മുടെ ഈ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ആയിരിക്കണം. The most powerful weapons in the world, that is word എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ലെതർ വെപ്പൺസ്, മാരകമായ ആയുധം എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകളായിരിക്കണം. രണ്ടുപേർ തമ്മിൽ സംഘടനകൾ ഉണ്ടായാൽ ആ സംഘടനകൾക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മിൽ നിന്നുണ്ടാകേണ്ടത് വേർഡ്സ് പവറാണ്. വേർഡ് പവർ മീൻസ് വേൾഡ് പവർ എന്നാണ്. വാക്കുകളുടെ ശക്തിയാണ് ലോകത്തിന്റെ ശക്തിയായി വർദ്ധിക്കേണ്ടത്. ആ ഒരു പ്രശ്നം വല്ലാതെ അലട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് അടിക്കിടെ പല രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, വ്യക്തികൾ തമ്മിലുണ്ടാവും, കുടുംബങ്ങൾ തമ്മിലുണ്ടാവും, രാജ്യങ്ങൾ തമ്മിലുണ്ടാവും, ലോകങ്ങൾ തമ്മിലുണ്ടാവും. പക്ഷെ അവിടെ ശക്തമായി കടന്നു വരേണ്ടത് വാക്കുകളുടെ ശക്തിയാണ്. അതില്ലാതെ പോകുന്നതാണ് എന്നിന്റെ പ്രശ്നം. അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും സംഘർഷം തുടങ്ങി എത്രയും നേരത്തെ തന്നെ അത് അവസാനിക്കുമാറാകട്ടെ. ഒരു പ്രശ്നങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് സംഭവിക്കാത്ത വിധം പ്രശ്നപരിഹാരിയായി ഈ വിഷയം തീരുമാറാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ച വചനം നമ്മളെ പറ്റിയും വിശ്വാസികളെ പറ്റിയും. യാ അയ്യുഹല്ലദീന ആമനു. ആമനു എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ടവർ എന്നർത്ഥം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അംഫിഖു, ചിലവ് ചെയ്യണോ, മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവ് ചെയ്യും. നമ്മുടെ ഇതെല്ലാവുന്നു. നമ്മൾ നമസ്കാരത്തിൽ ജാഗ്രത പുലർത്താറുണ്ട്. ഉംറ കർമ്മം നിർവഹിക്കുന്നതിൽ അതീവ തൽപരരാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കും അതുപോലെ ആവേശമുണ്ട്. അതുപോലെ ഒരുപാട് ഇബാദത്തുകളിൽ ആവേശം കാണിക്കുന്നുവെങ്കിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ അല്പം പിന്നോട്ട് പോകുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സാമ്പത്തികമായ ഉദാരവൽക്കരണത്തിലാണ് നമ്മൾ അല്പം പിന്നോട്ട് പോകാറ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ സമ്പാദിച്ചതെന്തോ നേടിയതെന്തോ നിങ്ങളുടെ ഏണിങ്സ് അതെന്തായിരുന്നാലും ശരി, അത് നാം നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നാം നിങ്ങൾക്ക് കേവലം ജീവിതത്തിനും ജനനത്തിനും മരണത്തിനും ഇടയിൽ നിങ്ങളുടെ ജീവിത സന്ധാരണത്തിന് നാം നൽകിയിരിക്കുന്ന ഫضലാണ് സമ്പത്ത് എന്ന് പറയുന്നത്.
സമ്പത്തിന് ഖുർആൻ പറയുന്ന ഭാഷ്യം ഫള് എന്നാണ്. ഫള് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം, നമ്മൾ ഒരാളെ തൊഴിലിന് വിളിച്ചു, അയാൾക്ക് വൈകുന്നേരത്തെ കൂലി 1000 രൂപ നിശ്ചയിച്ചു. വൈകുന്നേരം പണി കഴിഞ്ഞ് അയാൾ നമ്മുടെ അടുക്കലേക്ക് കൂലിക്ക് വേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ 1500 രൂപ കൊടുത്താൽ നേരത്തെ കരാർ ചെയ്തതിന് മുകളിലായി കൊടുത്ത ആ അധിക തുകയ്ക്ക് പറയുന്ന പേരാണ് ഫള് എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ എല്ലാവരും ഓട്ടത്തിലാണ്, നമ്മുടെ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും അത് നേടിയെടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഈ ഘട്ടത്തിൽ ചില ആളുകൾക്ക് അല്ലാഹു അമിതമായി നൽകുന്ന ഒന്നാണ് ഈ ഫള്. നമസ്കാരം കഴിഞ്ഞാൽ ഫഇദാ ഖുദിയത്തിസ് സലാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. വബ്തഗൂ നിങ്ങൾ അന്വേഷിക്കുക, മിൻ ഫളില്ലാഹ്, മഹീഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ജീവിത സന്ധാരണം, ജീവിതത്തിന്റെ നിലനിൽപ്പിനും ഭദ്രതയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ തേടിക്കൊള്ളുക എന്നാണ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. ആ ഫള് എത്ര ആളുകൾ എത്ര അധ്വാനിച്ചാലും അത് വേണ്ട വിധത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു കൂടുതലായി നൽകും. അതാണ് ഫള് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, വലിയൊരു കമ്പനി, ഒരു റെപ്യൂട്ടഡ് ഫേം എന്ന് പറയാം, പ്രശസ്തമായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ടേക്ക് ഓവർ അത് ഏകദേശം 4000 കോടി രൂപ. പക്ഷേ ആ കമ്പനിയുടെ ജീവാത്മാവ് എന്ന് പറയുന്നത് കമ്പനിയുടെ CEO എന്ന് പറയുന്ന ആളായിരിക്കും. വലിയ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ച് മാർക്കറ്റിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് അതിന്റെ ആത്മാവ് കണ്ടെത്തിയ പ്രഗത്ഭനായ കഴിവുറ്റ ഒരു വ്യക്തിയായിരിക്കും അതിന്റെ CEO. പക്ഷെ അദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്ന ശമ്പളം ഒരു പക്ഷേ 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ. എന്നാൽ സ്കൂളിന്റെ പടിവാതിക്കൽ പോലും എത്തി നോക്കാത്ത, എന്നാൽ കേവല വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങുന്ന അതിന്റെ GM, അതിന്റെ പ്രധാന ജനറൽ മാനേജർ എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്ന തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയും ഭീമമായ 4000 കോടി രൂപ. ഏറ്റവും ചുരുങ്ങിയതാണ് ഈ പറഞ്ഞത്. അത്രയും വലിയ ഒരു ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അവന്റെ സ്കിൽ പവർ കൊണ്ടോ ഒന്നുമല്ല. ഇതിനപ്പുറം അലൗകികമായ ഒരു ശക്തി, കഴിവ് അതിൽ പ്രകടമാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഈ ഫള് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാൻ പറഞ്ഞത് ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, മഹ്ശറ എന്ന് പറയുന്ന ദിവസം. ആ ദിവസത്തിൽ ഒരു വ്യവഹാരങ്ങളോ ഇടപാടുകളോ ക്രയവിക്രയങ്ങളോ ഒന്നും നടക്കാത്ത ദിവസമാണ്. വൈകുന്നു പറഞ്ഞല്ല, ഇടപാടുകൾ, ഒരിടപാടും നടക്കൂല. വലാഹുല്ല, ഒരു സൗഹൃദം ഉണ്ടാവൂല, ഒരു കൂട്ടുകെട്ടും ഉണ്ടാവൂല. വലാഹുല്ലത്തിന് വലാശഫ, ഒരു കോംപ്രമൈസും ഇല്ല, ഒരു ശുപാർശകളും അവിടെ പരിഗണിക്കില്ല എന്നാണ്. ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര സമ്പാദിക്കും, മതം ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന മതം. എത്ര വേണം സമ്പാദിക്കാം. പക്ഷേ സമ്പാദിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്, കണ്ടീഷൻസുകളുണ്ട്. ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ എന്ത് നേടിയെടുത്തുവോ ആ നേടിയെടുത്തതിന്റെ ഒരു നിശ്ചിത ഓഹരി, വളരെ തുച്ഛമായ ഒരു വിഹിതം മറ്റുള്ളവരുടേതാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. വഫീ അംവാലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യത്തിൽ നമ്മൾ നേടിയെടുത്തത്. ഹഖ്ഖുൻ, അതാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്.
സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു ഓഹരി 2.5% മുതൽ 10% വരെ വരും. അതാണ് ഹഖ്, അവകാശം, ബാധ്യത. നമ്മുടെ ഔദാര്യമല്ല, മറ്റുള്ളവന്റെ അവകാശം. അതാർക്കാണ് എന്ന് പറഞ്ഞാൽ അവശ്യക്കാർ, വൽ മഹ്റൂം, നിലംപരിശായവർ എന്നാണ്. ജീവിതത്തിന് മുമ്പിൽ വഴിമുട്ടി നിൽക്കുന്നവർ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, ജീവിതം ഒന്നും സ്വപ്നങ്ങളൊന്നും പുലരാതെ കിടക്കുന്നവർ, ഇതാണ് മഹ്റൂം എന്ന പദത്തിന്റെ വ്യാഖ്യാനം. അപ്പൊ നമ്മള് പടച്ചതമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ സമീപനായി, ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചതമ്പുരാൻ നൽകിയിട്ടുണ്ട്. ഈ കസ്തൂരി മാന്യം പോലെയാണ് സക്കാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഞാനല്ല അതിന്റെ അവകാശം, വലിയ വലിയ പൈസക്കാരാണ്, അങ്ങനെ ഒരു ധാരണ നമുക്ക് വന്നുപോയി. കസ്തൂരി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ട് അത് അന്വേഷിച്ച് നടക്കുന്ന ഈ മണം ഇവിടെ നിന്നാണ് പറഞ്ഞത്. അതിന്റെ ശരീരത്തിൽ നിന്നാണ് ഇത് പ്രവഹിക്കുന്നത്. സമ്പത്ത് നമ്മുടെ ആവശ്യത്തിലും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും ഈ സമ്പത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അത്യാവശ്യവും ഏറ്റവും അനിവാര്യവുമായ കാര്യങ്ങളിൽ മാത്രമാണ് സമ്പത്ത് നമ്മൾ കൊടുക്കാൻ പടി കാണിക്കുന്നത്. നമ്മുടെ വീടുകളിൽ എത്ര വാഹനമുണ്ട് ആലോചിച്ചു നോക്കാം. 25 കൊല്ലം മുമ്പ് അത്രയും വാഹനങ്ങളൊന്നുമില്ല, നിരത്തുകളില്ല, വിശാലമായ റോഡുകളില്ല, ട്രാഫിക് ജാമുകളില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ വർധനവിനെ സൂചിപ്പിക്കുന്നു. വീടുകൾ 50 ലക്ഷം മുതൽ തുടങ്ങുന്ന വീടുകളാണ് എല്ലാവർക്കും അല്ല, പൊതുവെ നമ്മൾ കാണുന്നത് സാമ്പത്തികമായ വളർച്ചയാണ്. വീടുകളിൽ നമ്മൾ ഭക്ഷണം മിക്കവാറും ഉണ്ടാക്കാറില്ല, എല്ലാം പുറത്തു നിന്ന് വാങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്താൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തുന്നു. 3-4 ദിവസം നിലനിൽക്കുന്ന വിവാഹങ്ങൾ, വിവാഹ മേളകളാണ്. വ്യാഴാഴ്ച മുതൽ തുടങ്ങി ഞായറാഴ്ചകളിൽ അവസാനിക്കുന്നു. എന്നാലും പിന്നെയും തുടരുന്ന അതിന്റെ തുടർച്ചയായ അനുബന്ധമായ ഒരുപാട് ചടങ്ങുകൾ. ഇതും സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. നമ്മുടെ മക്കൾ 22ഉം 23ഉം വയസ്സുള്ള നമ്മുടെ മക്കൾ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ഇപ്പോ അധ്യാപകർ അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് സർക്കാർ കൊടുക്കുന്ന ഭീമമായ തുക ശമ്പളം. അതല്ലാതെ പെൻഷൻ പറ്റിയ ആളുകളാണെങ്കിൽ ഏതാണ്ട് 26-27 വർഷം സർവീസ് ഉണ്ടെങ്കിൽ, ഒരു ഗസറ്റഡ് റാങ്കിലാണെങ്കിൽ അയാളുടെ ഭാര്യയും ജോലിക്കാരിയായിരിക്കും. ചുരുങ്ങിയത് പെൻഷൻ 1 ലക്ഷം രൂപയുണ്ടാവും. പിന്നെ ഗവൺമെന്റ് നൽകുന്ന മറ്റ് ഇൻഷുറൻസുകൾ. പെൻഷൻ പ്രായം എത്തുമ്പോഴേക്കും നമ്മുടെ മക്കൾ വിദേശത്തെത്തിയിരിക്കും. 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 2 മക്കളുടെയും ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇവരും വിദേശത്തായിരിക്കും. ചുരുങ്ങിയത് 10 ലക്ഷം രൂപ 2 മക്കളുടെയും ഭാര്യമാരുടെയും അക്കൗണ്ടിൽ പ്രതിമാസം നേടിയെടുക്കാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ വളർച്ചയാണ്. അൽഹംദുലില്ലാഹ്, ഖൈർ, നല്ല കാര്യമാണ്. സാമ്പത്തികമായ നമ്മുടെ ഉത്ഥാനമാണ്, ഉയർച്ചയാണ്, വളർച്ചയാണ്, പുരോഗതിയാണ്. പക്ഷേ സക്കാത്തുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇല്ലായ്മകൾ, വല്ലായ്മകൾ, പരാധീനതകൾ, ഇതെല്ലാം നമ്മെ വേട്ടയാടുന്നു എന്നാണ്. കാരണം അതിന്റെ പ്രധാന കാരണം ഖുർആൻ പറയുന്നത് പിശാചാണ്. പിശാച് മനുഷ്യനെ എങ്ങനെ എപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുത്താൽ നിന്റെ ഭാവി എന്ന് പറയുന്നത് ഉത്കണ്ഠാകുലമായിരിക്കും, ഭീതിജനകമായിരിക്കും, ആശങ്കയിലായിരിക്കും. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോകുമെന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചെലവ് ചെയ്താൽ അത് റീഫിൽ ചെയ്യാൻ വലിയ കാലതാമസം വേണ്ട. പെട്ടെന്ന് തന്നെ ആ നഷ്ടങ്ങൾ നികത്തപ്പെടും. നിങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്നാണ്. ഓരോന്നിനും അതിന്റെ നിശ്ചിതമായ ഓഹരികളുണ്ട്. സകാത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടാവും. 84 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ വേണ്ട, 85 ഉണ്ടെങ്കിൽ അതിന്റെ 2.5%,
നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഏതാണ്ട് 1,00,000 രൂപയുടെ മോഡലുണ്ട് സക്കാത്തിൽ. വെള്ളിയാണെങ്കിൽ 590 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ 1 ഗ്രാം വെള്ളിക്ക് 100 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 590 ഗ്രാം ഒരഭിപ്രായത്തിൽ 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കൽ ബാധ്യത. വെള്ളിക്ക് സമാനമായി നമ്മുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക, വെള്ളിയുടെ ഇത്രയും തുകയുടെ സമാനത, അതിനെ ആ ഒരു റേഷ്യോയിൽ കണ്ടിട്ട് അതിന്റെ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ കണക്ക് ആക്കിയാൽ എത്രയാണോ ഉണ്ടാകുന്നത് അതിന് മുകളിൽ വരുന്ന തുകയ്ക്ക് സക്കാത്ത് 2% നമ്മൾ കൊടുത്തിരിക്കണം. 6 പശു എന്ന് വയ്ക്കുകയാണെങ്കിൽ 30 പശുവിന് ഒരു പശു എന്ന നിലയ്ക്ക് 40 ആടുണ്ടെങ്കിൽ ഒരാട് സക്കാത്ത്. അടുത്ത അതിന്റെ ഇത് വരുന്നത്, അതിന്റെ കണക്ക് വരുന്നത് 120. 120 ആടുണ്ടെങ്കിൽ 2 ആട് എന്ന നിലയ്ക്കാണ് സക്കാത്ത് കണക്കാക്കുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും ഓക്കെ സക്കാത്തുണ്ട്. ആ സക്കാത്ത് നമ്മൾ നിർബന്ധമായി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ അഖീമുസ്സലാം എന്ന് പറഞ്ഞു നിർത്തുകയില്ല, ഒരേ ശ്വാസത്തിൽ തന്നെയാണ് രണ്ടും പറയുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് 32 സ്ഥലങ്ങളിലാണ് ഖുർആൻ പ്രതിപാദിച്ചത്. അതിൽ 27 സ്ഥലത്തും നമസ്കാരത്തോടൊപ്പമാണ്. മറ്റൊന്ന്, നമുക്ക് യാദൃശ്ചികമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 10,000 രൂപ കിട്ടിയെന്നില്ല, പ്രതീക്ഷിച്ചില്ല. 10,000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും. എത്ര സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷം കിട്ടിയതിലുള്ള സന്തോഷം പോലെ അതിന്റെ പകുതി കൊടുക്കാനൊരു മനസ്ഥിതി വിചാരിച്ചു നോക്കി ഉണ്ടാവുമോ? 10,000 രൂപ നമുക്ക് കിട്ടിയാൽ അതുപോലെ തന്നെ 5,000 രൂപ കൊടുക്കാൻ അതേ ഫീലിംഗ് തന്നെ നമ്മുടെ ഇമോഷണലായി അത് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് താല്പര്യം ഉണ്ടാകണം. പക്ഷേ 5,000 കൊടുക്കണമെന്ന് ഇസ്ലാം പറഞ്ഞില്ല. 2.5%. ആ 2.5% കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മൾ മടി കാണിക്കുന്നു? ആ സക്കാത്തിന്റെ നമസ്കാരത്തിന്റെ വിഷയം പോലെ സക്കാത്തിന്റെ വിഷയത്തിലും നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം, താല്പര്യം കാണിക്കണം. വാർഷികമാണ് അതിന്റെ കണക്ക് വരുന്നത്. ഹൗല് എന്നാണ് അറബിയിൽ പറയുക. അറബി മാസമാണ് അതിന്റെ കൃത്യമായ ഡേറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മാസമാകുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ 10 ദിവസം, ചിലപ്പോൾ എന്നല്ല 10-15 ദിവസത്തെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. 10-ൽ കൂടുതൽ ദിവസങ്ങൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അറബി റമദാനിലാണ് പൊതുവെ അത് കളക്ട് ചെയ്യുക. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്, ഭയങ്കര വിലയാണ് സ്വർണത്തിനൊക്കെ. അപ്പൊ 10.5 പവന്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ മടി കാണിക്കേണ്ടതില്ല. അള്ളാഹ് തന്നതാണ്, അതിൽ നിന്ന് ചെലവ് ചെയ്യാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾ 10 ലക്ഷം രൂപ നേരത്തെ അക്കൗണ്ട് ഉണ്ട്. ആ 10 ലക്ഷത്തിന് ഒരു പ്രാവശ്യം കൊടുത്തു, അടുത്ത വർഷം കൊടുക്കണം. 10 ലക്ഷം രൂപ ഒരാള് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ കഴിഞ്ഞ വർഷം അദ്ദേഹം കൊടുത്തു, 2.5% കൊടുത്തു. അപ്പൊ ഈ വർഷവും കൊടുക്കണമെന്നാണ് ചോദിച്ചത്. ഈ വർഷം കൊടുക്കണം, നമ്മുടെ സമ്പത്താണ്. അതുപോലെ സ്വർണം അങ്ങനെ തന്നെയാണ്. സ്വർണം ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു 15 പവൻ എന്ന് വയ്ക്കുക. 15 പവന്റെ 2.5% നമ്മൾ ഈ കഴിഞ്ഞ വർഷം കൊടുത്തതാണ്. ഈ വർഷം 15 പവൻ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ 15 പവൻ കൊടുത്തതിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ. ഇത്ര പെർസെന്റേജ് 2% കൊടുത്ത് ബാക്കി വരും. ആ ബാക്കി വരുന്നതിന്റെ 2.5% നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെയാണ് പണത്തിന്റെ കണക്ക്. പിന്നെ കൊടുക്കേണ്ടതില്ലാത്തത്, നമ്മുടെ വീട് എത്ര കോടി രൂപയുടെ വീടാണെങ്കിലും സക്കാത്തില്ല. എത്ര കോടി രൂപയുടെ പണിതാലും സക്കാത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, എത്ര കോടി വില മതിക്കുന്ന വാഹനമാണ് നമ്മുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെങ്കിലും സക്കാത്തില്ല. നമ്മുടെ വീടിന്റെ ഫർണിച്ചറുകൾ എത്ര വിലയേറിയതാണെങ്കിലും അതിന് സക്കാത്ത് നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് 2-3 ഓട്ടോറിക്ഷ എന്ന് വിചാരിക്കാം. ആ ഓട്ടോറിക്ഷ ഇങ്ങനെ വാടകയ്ക്ക് പോവാണ്, അതിന് സക്കാത്ത്. വരവിനാണ് സക്കാത്ത്. പിന്നെ ഡെഡ് മണിയായി കിടക്കുന്നത് സ്വർണം,
സമ്പത്ത്, പൈസ, വെള്ളി തുടങ്ങിയ ഡെഡ് മണിയായി കിടക്കുന്ന സാധനങ്ങൾക്ക് വർഷാവർഷം സക്കാത്ത് കൊടുക്കണം. ഭൂമി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഭൂമിയുടെ ഒരു വരുമാനം ഇല്ലെങ്കിൽ സക്കാത്തില്ല. അതിൽ കാർഷിക വിളകൾ ഉണ്ടായാൽ അതിന്റെ നിസാബ് കറക്റ്റായി വന്നാൽ സക്കാത്ത് കൊടുക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 612 കിലോ അരിക്ക് തത്തുല്യമായിട്ടുള്ള കാർഷിക വിളകൾ ഉണ്ടെങ്കിൽ അതിന്റെ 5% അല്ലെങ്കിൽ 10% സക്കാത്ത് കൊടുക്കാം. പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് പലർക്കും പല സ്ഥലത്തും ഇങ്ങനെ സ്ഥലങ്ങൾ അതിന്റെ സക്കാത്തുണ്ട്. റിയൽ എസ്റ്റേറ്റിനെ വാങ്ങിച്ചിട്ടേക്കല്ലേ, വിറ്റില്ലല്ലോ. വാങ്ങിച്ചിട്ട് വിൽക്കണത് എപ്പോഴോ അന്നേരം കൊടുത്താ. മനസ്സിലായോ? നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ട്, കച്ചവടം നടന്നിട്ടില്ല. അതിങ്ങനെ വാങ്ങിയിട്ടേക്കാണ്, വിൽക്കാൻ വേണ്ടി വിട്ടേക്കാണ്. കച്ചവടം എന്ന് നടക്കുന്നോ അന്നാണ് അതിന്റെ സക്കാത്ത്. അത്രയും വളരെ എളുപ്പമാണ്. ഇസ്ലാമിൽ വളരെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ തലയ്ക്ക് മീതെ വന്നുകൂടിയിരിക്കുന്ന യുദ്ധം എന്ന കാർമേഘം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ എല്ലാ സംഘടനകളും, മതസംഘടനകളൊക്കെ പാതി വഴി പണി തുടങ്ങിയിട്ടുള്ളവരുണ്ട്, പണി തുടങ്ങുന്നവരുണ്ട്, പാതി വഴിയിൽ എത്തിയവരുണ്ട്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഒരുപാട് സഹായങ്ങൾ, യതീംഖാനകള്, കോളേജുകള്, സ്ഥാപനങ്ങളും ഒക്കെ ഇവരുടെ കെയർ ഓഫിലാണ് നടന്നു പോകുന്നത്. അതെല്ലാം തടസ്സം സംഭവിക്കുക മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല സാധനങ്ങൾക്കും വില അമിതമായി വർദ്ധിക്കാൻ വരെ സാധ്യതയുണ്ട്. അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം സമാധാനത്തിൽ കലാശിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലം എന്തോ അത് സമ്പൂർണമായി നേടിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.